എല്ലാവർക്കും യാത്രയുടെ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളുള്ളത് ജയ്പൂരിനും അഹമ്മദാബാദിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്താണ്. കറക്റ്റ് സ്ഥലത്ത് പേര് എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കിടന്നത് ഒരു ഹോട്ടൽ, ഹെവൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ്. അവിടെ രണ്ട് ടാറ്റ പവറിൻ്റെ ചാർജറുണ്ട്, ഡ്യുവൽ ഗണ്ണാണ്. മൊത്തം 4 ഗണ്ണുണ്ട്. പക്ഷെ അത് പുതിയ ഇതാണ്, മെഷീനാണ്. പക്ഷേ പുതിയ മെഷീനുകളിലെല്ലാം ഈ യാത്രയിൽ പലയിടത്തും പല പ്രശ്നങ്ങൾ കണ്ടുവന്നു. ഓട്ടോ ചാർജ് ഉള്ള മെഷീനും കംപ്ലൈൻറ്റ് കാണുന്നുണ്ട്. അതേസമയം പഴയ നമ്മുടെ ആദ്യകാലത്തെ ടാറ്റ പവറിൻ്റെ മെഷീനാണെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ല. നല്ല വെടിയും പുകയും പോലെ ചാർജും കയറും 100% ആവുകയും ചെയ്യും. നമുക്കൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. അതേസമയം പുതിയ മെഷീനിലൊക്കെ ഈ ഒന്ന് കട്ടായി കഴിഞ്ഞാൽ പിന്നെ ചാർജ് ആകാനൊക്കെ വലിയ പാടാണ്. ടാറ്റ പവറിൻ്റെ കാര്യത്തിൽ ഇത്രയും കാലം അങ്ങനെ ഒരു പ്രശ്നം കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായ. ഇന്നലെ മിനിയാന്നുണ്ടായി. എല്ലാമത് നമ്മളിന്നലെ ചാർജ് ചെയ്യാൻ വന്നത് ഹൈവേ ഹെവൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ്. ഇതിൻ്റെ ഇവിടെ ഇഷ്ടം പോലെ പാർക്കിങ്ങും ഉണ്ട്. അവിടെ 2 ഡ്യുവൽ ഗണ്ണുള്ള ടാറ്റ പവറും ഉണ്ട്. ഇന്നലെ വൈകുന്നേരം ചാർജ് ചെയ്ത് 95 ആയി കഴിഞ്ഞപ്പോൾ തൊട്ട് എന്തോ കംപ്ലൈൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ഫുള്ളാക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ റൂം എടുത്ത് കിടക്കണമെന്നൊന്നുമില്ല. റൂമിന് 1700 രൂപ തൊട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും മറ്റേ ബുക്കിംഗ് സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്താൽ മതി. പിന്നെ ഇവിടെ 2 ബാത്റൂം പുറത്തുണ്ട്. അപ്പം നമ്മൾ ചാർജ് ചെയ്യുക മാത്രമാണെങ്കിൽ ബാത്റൂമിലൊക്കെ പോയി ഫ്രഷ് ആകാം. അത് തന്നെയല്ല, ഇവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കിടന്നാലും ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കിടക്കാം. ഞങ്ങൾ എത്ര വിചാരിച്ചിട്ടും 95 100 പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അത് ചാർജിങ് ഇൻകംപ്ലീറ്റ് ആയിട്ട് തന്നെ വണ്ടി എടുക്കേണ്ടി വന്നു. ഇനി അടുത്തടുത്ത് ഫുള്ളാക്കണം വണ്ടി. നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ലോ ചാർജ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ സ്ലോ ചാർജ് ചെയ്യാൻ്റെ ഒരു ഓപ്ഷൻ ഈ റോഡിൽ എങ്ങും ഒരിടത്തും കിട്ടുന്നില്ല. ഇന്നലത്തെ ഹോട്ടൽ നല്ല സൗകര്യമുള്ള ഹോട്ടലാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ റെസ്റ്റോറൻറ്റ് ഇച്ചിരിയല്ല, നല്ല കത്തിയാണ്. ഇവിടെയൊക്കെ ഞങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രശ്നം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് വീഡിയോ. നെറ്റിന് ഭയങ്കര സ്പീഡ് കുറവാണ്. മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചിട്ടും കിടക്കുന്നിടത്തെ വൈഫൈ ഉപയോഗിച്ചിട്ടും ഒന്നും ഒരു സ്പീഡില്ല. നമുക്കതുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്നത് ഭയങ്കര ഒരു സീനാണ്. ഇന്ന് ഞങ്ങളുടെ പ്ലാൻ എന്നാന്ന് ചോദിച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് മാക്സിമം ഓടിച്ചെത്തുക എന്നുള്ളതാണ്. എവിടെയും വരെ പോകാൻ പറ്റുമോ അവിടെയും വരെ പോയി ഏതെങ്കിലും ചാർജിങ് സ്റ്റേഷനിൽ കിടക്കണം. സേഫായിട്ടുള്ളിടത്ത് തന്നെ കിടക്കണം. റൂം എടുക്കാൻ ഇന്ന് ഏതായാലും പ്ലാൻ ചെയ്യുന്നില്ല. നാളെ എങ്ങനെയെങ്കിലും നാളെ ഗോവ എത്തണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. എത്തുമോ ഇല്ല എന്നുള്ളത് നോക്കണം. ഇത്ര ഏകദേശം 1500 കിലോമീറ്ററും കൂടെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ ആണെങ്കിൽ നാളെ എത്തുമല്ലേടാ. മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. കണ്ടോ, ഇവിടെ എല്ലാം ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ ഏരിയ ആണെന്ന് തോന്നുന്നു. ടെമ്പറേച്ചർ രാവിലെ 27 ഡിഗ്രിയേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ. ഈ റോഡിലൊക്കെ പശു ക്രോസിംഗ് ഉണ്ട് കേട്ടോ. അതൊക്കെ സൂക്ഷിച്ച് വേണം ആൾക്കാർ വണ്ടി ഓടിക്കാൻ. ലോറി ട്രാഫിക്കിൻ്റെ കളിയാണ്. ലോറിയുടെ ഇടയ്ക്കൂടെ നുഴഞ്ഞ് കയറി വേണം പോകാൻ. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ പിന്നെ കയറുമ്പോഴാണേലും 2 സൈഡും നോക്കി ഇൻഡിക്കേറ്ററൊക്കെ കറക്റ്റായിട്ട് ഇട്ട് വേണം പോകാൻ കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പം 8ൻ്റെ പണി കിട്ടും. ഇന്നലെ രാജസ്ഥാൻ ഏരിയയിലൊക്കെ ഭയങ്കര പൊടിക്കാറ്റായിരുന്നു. പത്രത്തിലൊക്കെ നിങ്ങൾ കേട്ട് കാണും. നമുക്ക് ഒരു 6 മണിയായി, 5:45 കഴിഞ്ഞപ്പോൾ നമുക്ക് മൊബൈലിൽ മറ്റേ 4:30 കഴിഞ്ഞപ്പോൾ ഒരു ഡിസാസ്റ്റർ വാർണിംഗ് വന്നു. 2-3 പ്രാവശ്യം വന്നു. അത് മൊബൈൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രത്യേക സൈറൻ മുഴങ്ങുന്ന രീതിയിൽ മൊബൈലടിക്കും. ഞാൻ ആദ്യം ഓർത്ത് എന്തോ വൈറസ് കയറിയതായിരിക്കുന്നത്. ഒന്നും ഹിന്ദിയിലാണ് എഴുതി വന്നത്, നമുക്കൊന്നും മനസ്സിലായില്ല. ഇന്നലെ ഞങ്ങൾ പറഞ്ഞു രാജസ്ഥാനിൽ അധികം വണ്ടികൾ കാണുന്നില്ല. പക്ഷെ അതുകൊണ്ടാണെന്ന് തോന്നുന്നു 2-3 വണ്ടികൾ പിന്നെയും കണ്ടിരുന്നു. കുറവാ, പക്ഷെ ഉണ്ട്. ചാർജിങ് സ്റ്റേഷനിലൊക്കെ വരുന്നുണ്ട് വണ്ടി, നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളായിരിക്കും. പക്ഷെ ഇവിടുത്തെ മെഷീനെല്ലാം എന്തോ പ്രശ്നമുണ്ട്. ടാറ്റ പവർ ഉറക്കെ പറഞ്ഞേ.
ഇവിടെ ഫുള്ള് കാണിക്കുന്നുണ്ട്. നമ്മൾ പോയ ടാറ്റ പവറിനെല്ലാം അവൻ പറഞ്ഞാല് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പഴയ മെഷീൻ എന്നാൽ കുഴപ്പമില്ല അല്ലേടാ? ഇല്ല ഇല്ല ഇല്ല, ചെറിയ ആ പഴയ 30 കിലോ വാട്ടിന്റെ മെഷീൻ ഇല്ലേ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പ്രശ്നമില്ല. ബാക്കി ഈ പുതിയ എന്തോ ഒരു പ്രത്യേക കളറിൽ 95 കട്ടാവും, ചിലതൊക്കെ അതിന് മുമ്പേ സ്റ്റാർട്ട് കട്ടാവും, ആകുകയില്ല. ചിലത് സ്റ്റാർട്ടായിട്ട് ആ സെക്കൻഡിൽ തന്നെ കട്ടായി പോകും. അത് ഓട്ടോ ചാർജ് വരുന്നതിന്റെ പ്രശ്നം. ഓട്ടോ ചാർജിന് എന്തോ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഓട്ടോ ചാർജ് എനേബിൾ ചെയ്തേക്കുന്ന മെഷീനിലാണ് ഏറ്റവും പാട്. എന്നിട്ട് ഓട്ടോ ചാർജ് അതാവുകയില്ല. ഇന്നലെ ഒരു നല്ല മഴ കിട്ടിയിരുന്നു. നല്ല മഴ നമ്മുടെ ഇവിടെ പെയ്യുന്നെങ്കിലും 2 കിലോമീറ്റർ അപ്പുറം പോയാ മഴ വീഴുന്നു, അത്രയ്ക്കും കാറ്റായി. ഇന്നലെ നമ്മളെ കിടന്ന റൂമിന്റെ പാടത്തിലെല്ലാം കാറ്റ് വന്നപ്പോൾ കിളികളെല്ലാം വന്ന പാടത്ത് ഇങ്ങനെ പതുങ്ങിയിരിക്കുമായിരുന്നു. പറന്നു പോയ പ്രാവൊക്കെ തലയും കുത്തി പോകുന്ന പോലെ പോകുന്നത് കണ്ടില്ലേ, കാറ്റ് പിടിച്ചിട്ട്. എന്നാ കാറ്റായിരുന്നു. ഇവിടെ ഈ റോഡ് സൈഡ് 2 സൈഡിലും അത്യാവശ്യം ഹോട്ടലുകളുണ്ട് കേട്ടോ ഈ റൂട്ടിലല്ലേ. ഈ റൂട്ട് അതില്ലാത്തത് NH44 തോന്നുന്നു അല്ലേ? അയ്യോ നല്ല പാടായിരുന്നു. ഈ 48 ഹൈവേയില് സൈഡ് 2ലും ഹോട്ടലും റെസ്റ്റോറന്റും ഒക്കെ അത്യാവശ്യം ഉണ്ട്. NH44 നമ്മൾ ആദ്യത്തെ പ്രാവശ്യം പോകുമ്പോൾ അത്യാവശ്യം ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പലതും പൂട്ടിക്കിടക്കുക. എനിക്ക് തോന്നുന്നു ഹൈവേ എക്സ്പാൻഷൻ നടക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ പലതും പൂട്ടിക്കിടക്കുക. നേരത്തെ ഒക്കെ ഇഷ്ടംപോലെ ഹോട്ടലുണ്ടായിരുന്നു. ഈ റോഡിന്റെ ഈ സൈഡിലെ ഉള്ള റീടെൻഷൻ വാളിനകത്തെല്ലാം ഈ പൈപ്പ് വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്തെല്ലാം നമ്മുടെ അവിടുത്തെ മൈനെ പോലെയുള്ളൊരു കിളി ഫുള്ള് പൈപ്പിനകത്ത്. മൈനയാണോ ആർക്കറിയാം, അതുപോലെ തന്നെ ഇരിക്കുന്നു. ഫുള്ള് കൂട് വെച്ചിട്ടുണ്ട്, ഫുള്ള് എല്ലാത്തിനകത്തും ഉണ്ട്. അത് കഴിഞ്ഞ ദിവസം പഞ്ചാബി വെച്ചും അങ്ങനെ തന്നെ കണ്ടായിരുന്നു. ഇന്നേതായാലും കാലാവസ്ഥയൊക്കെ നല്ലതായതുകൊണ്ട് നല്ല സുഖമുണ്ട് ഓടിക്കാൻ. മാറ്റമൊന്നും ഇല്ലാതെ അങ്ങ് വരെ കിട്ടിയാൽ മതിയായിരുന്നു. ഇന്നലെ മഴ പെയ്തതിൻ്റെ എഫക്റ്റാണെന്ന് തോന്നുന്നു. ഇന്നലെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം മഴ പെയ്ത് വെള്ളക്കെട്ടുണ്ടല്ലോ. ഒത്തിരി വെള്ളക്കെട്ടൊന്നുമില്ല, ചെറിയതായിട്ട് വെള്ളം കിടപ്പുണ്ട് എല്ലായിടത്തും റോഡിലല്ല. അങ്ങനെ ഞങ്ങൾ ഒരു ജിയോ BP ചാർജ് ചെയ്തു. ചാർജ് ചെയ്തതിന് ശേഷം മുന്നോട്ട് പോവാം. ഇനിയുണ്ട് ഒരു സെക്ഷനും കൂടെ ഉണ്ട്, ചാർജിങ് സ്റ്റേഷൻ്റെ ദൗർലഭ്യമുള്ള ഒരു സെക്ഷനും കൂടെ ഉണ്ട്. അതും എങ്ങനെയെങ്കിലും ഒന്ന് ഓവർകം ചെയ്യണം. അതുകൊണ്ട് ഇപ്പോൾ 68 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പം ഒരു ഇതുണ്ട്, എന്നതിന് പറയുന്നത് ടാറ്റ പവറുണ്ട്. ബിൽവാര ടൗണിൽ കയറി ഒന്ന് പോകണം. നേരത്തെ ടൗണിൽ കയറാതെ പോകാനുള്ള പ്ലാനിങ്ങിലായിരുന്നു ഇരുന്നിരുന്നത്. പല ചാർജിങ് സ്റ്റേഷനും അവിടെ വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് ടൗണിൽ കൂടെ കയറി ഇറങ്ങി പോകണം. കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെക്യൂറായി അല്ലേ അതുകൂടെ. അത് അധികം ചാർജ് തീരുകയില്ല, പക്ഷെ നമുക്ക് ഫുള്ളാക്കിയിട്ട് അങ്ങ് പോകും. BPCL ഉണ്ട്, പക്ഷേ BPCL നമ്മൾ ചാർജ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫുള്ളാക്കാനും പറ്റത്തില്ല. ഈ ലോങ് ആയതുകൊണ്ട് നമുക്കത് ടെൻഷനുമാണ്. നമുക്ക് കഴിഞ്ഞ 2 യാത്രകളിലും നമുക്ക് ഒരിക്കലും ചാർജിങ് സ്റ്റേഷൻ്റെ ഒരു പ്രശ്നം വന്നിട്ടേ ഇല്ല, ഫുള്ളാക്കാതെ പോകേണ്ട ഒരു പ്രശ്നം വന്നിട്ടേ ഇല്ല. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് അതങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതും ടാറ്റ പവറിലാണ് ഇതെല്ലാം ഉണ്ടായെന്നുള്ളതാണ്. പിന്നെ ഒരു BPCL നമ്മൾ ഫുള്ളാക്കിയില്ല, കാരണം വെച്ചാൽ പേടിച്ചിട്ട്. ഒരിടത്ത് ഫുള്ളാക്കുകയും ചെയ്തു. ഇവിടെ ഉദയപൂരിൽ ഒരു 25 കിലോമീറ്റർ ഇപ്പുറം ഒരു ഹോട്ടലിലുള്ള അദാനിയുടെ ചാർജറിൽ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോന് തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങുന്നതുകൊണ്ട് ഇനിയിപ്പോൾ അധികം കറക്കവും പരിപാടികളൊന്നും ഇല്ല, ഉള്ള വേഗം വീടെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. ഞങ്ങളങ്ങനെ ഇന്നത്തെ രണ്ടാമത്തെ ചാർജിങ്ങിന് ശേഷം ഞങ്ങളിപ്പം ഉദയപൂർ ഡയറക്ഷനിൽ പോവുകയാണ്. ഇനിയിപ്പോൾ ഉള്ളത് ഒരു 160 കിലോമീറ്ററിനപ്പുറം കഴിയുമ്പോൾ ഒരു ചാർജറുണ്ട്, അവിടെ ചാർജ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. അതിൽ കൂടുതൽ വണ്ടി പോകും. ഇപ്പം തന്നെ വണ്ടി 210 കിലോമീറ്റർ അടുത്താണ് ഈ ഒരു സ്ട്രെച്ച് ഞാൻ വണ്ടി ഓടിച്ചത്. വണ്ടി ഉറപ്പായിട്ടും അതിൽ കൂടുതൽ പോകും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നല്ല ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് റിസ്ക് എടുക്കാതെ ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് ചാർജ് സൗണ്ട് ഒരു ചാർജറാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ആവശ്യമില്ലെങ്കിൽ ഈ റോഡിൽ കൂടെ വരാതിരിക്കുക തന്നെയാണ് നല്ലത്. ഭയങ്കര ലോറി ട്രാഫിക്കാണ്, വലിയ ലോറികളാണ്, കണ്ടെയ്നർ പോലത്തെ വലിയ നീളം കൂടിയ ലോറികളാണ് ഈ റോഡ് മുഴുവൻ. അപ്പം ആവശ്യമില്ലെങ്കിൽ ഈ റൂട്ടിൽ വരാതിരിക്കുക. ഞങ്ങൾ ഇന്നലെ രാത്രി ചാർജ് ചെയ്ത ചാർജ് സ്റ്റേഷനാണ്, ചാർജ് സൗണ്ടാണ്. നിങ്ങളെ ഇവിടെ വണ്ടി ചാർജ് ചെയ്ത് ഇവിടെ തന്നെ കിടന്നുറങ്ങി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. നമ്മൾ ഗുജറാത്തിൻ്റെ ഉള്ളിൽ കൂടെയുള്ള
ഒരു ഹൈവേ കൂടെ പോവാണ്. ഇനി ഏകദേശം 400 ചില്ലാനും കിലോമീറ്റർ ഉണ്ട് മുംബൈയിൽ നിന്ന് തന്നെ നേരെ ഗോവ. അത് 300 ചില്ലാനും കിലോമീറ്റർ ഉണ്ട്. കാലാവസ്ഥ ഇപ്പം 31 ഡിഗ്രി ഉണ്ട്. വഴി വലിയ തിരക്കൊന്നുമില്ല. ഇപ്പം നമ്മൾ കവർ ചെയ്ത് പോകുന്ന ഒരു ആറാണ് മാഹി റിവർ, ഗുജറാത്തിലുള്ള മാഹി റിവർ. ഞങ്ങളിപ്പോൾ ഒരു ഓർക്കിഡ് ഗാർഡൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ്. എൻ്റെ ദൈവം, ഇവിടെയൊക്കെ മനുഷ്യർ വന്ന് എങ്ങനെയാണോ കഴിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ. ഇവിടുത്തെ ജനപ്രതിനിധികളോ എല്ലാവരും ഒരുപോലെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുന്ന. ബാത്റൂമിൻ്റെയൊക്കെ കാര്യമൊന്നും പറയാതിരിക്കാന്നല്ല, അടുക്കളയാണെങ്കിൽ ബാത്റൂമിനേക്കാളും വൃത്തികേടായിട്ടാണ് അടുക്കള കിടക്കുന്നത്. ഇവിടെ വന്നൊക്കെ വന്ന് ആൾക്കാർ കഴിക്കുന്നുണ്ടല്ലോ എന്ന്. ഒരമ്മച്ചിയുള്ള വേസ്റ്റ് എല്ലാം കൂടെ തൂത്തുവാരി ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇപ്പുറത്തെ ഒരു കുഴിയിലോട്ടുണ്ട് വെറുതെ ഇട്ട്. ഇപ്പം നമ്മൾ ഡൽഹി വഡോദര മുംബൈ എക്സ്പ്രസ് ഹൈവേയിലാണ്. നാഷണൽ എക്സ്പ്രസ് ഹൈവേ ഇപ്പം എല്ലാം മനസ്സിലായി കാണുമല്ലോ. നാഷണൽ എക്സ്പ്രസ് വേ 4 ഇപ്പോൾ നമ്മളുള്ളത്. നല്ല വീതിയുള്ള വഴിയാണ്. വണ്ടി ഇപ്പം നിലവിൽ കുറവാണ്. കഴിഞ്ഞ ദിവസം ഇതുപോലെ എക്സ്പ്രസ് വേ കൂടെ പോയപ്പോഴാണ് ഞങ്ങളൊരു അപകടം കണ്ടത്. ഇതുപോലെയുള്ള സ്ഥലം തന്നെ. പുള്ളി ഉറങ്ങിപ്പോയതാ, രാവിലെ ആയതുകൊണ്ട് ആരും ഉറങ്ങുകയല്ലായിരിക്കും. ഭയങ്കര സ്പീഡുമായിരുന്നു കേട്ടോ. അതാരും ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നും പറ്റിയില്ല. പുള്ളി ഒരു ഓടയൊക്കെ ചാടിക്കിടന്നു. അപ്പം ഇനിയിപ്പോൾ നമ്മൾ നാട്ടിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ഗോവയ്ക്ക് ഏകദേശം 1066 കിലോമീറ്റർ ഉണ്ട്. സിമ്പിൾ. മര്യാദയ്ക്ക് ഓടിക്കുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ, വൈകുന്നേരമല്ല, ഒരു 10-11 മണിയാകുമ്പോൾ ഗോവയ്ക്ക് ഒരു 300 കിലോമീറ്റർ ഇപ്പുറം എത്താം. നാളെ രാവിലെ എഴുന്നേറ്റ് വിട്ടാൽ ഗോവയിൽ നേരത്തെ ചെല്ലാൻ പറ്റും. അങ്ങനെ ഗോവയിലൊരു സ്റ്റേ ആണ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തോരം കറങ്ങണം എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. വഴിയൊക്കെ നല്ല വഴിയാണ്. ഇങ്ങോട്ട് ഗുജറാത്ത് വരുന്ന വഴിക്ക് ഞാൻ കഴിഞ്ഞ ഇന്നലത്തെ വീഡിയോയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ ഈ ചാർജിങ് സ്റ്റേഷൻ തമ്മിലുള്ള ഗ്യാപ്പ് നെക്സോൺ പ്രൈം ഉള്ളവർ ഇച്ചിരി ശ്രദ്ധിച്ച് ഓടിക്കണം. എത്താനൊക്കെ പറ്റും, വഴി പെട്ടെന്നും പോവുകയില്ല, പക്ഷെ എന്നാലും സൂക്ഷിക്കണം. നല്ല കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ 31 ഡിഗ്രിയാണ്. അതൊക്കെ ഒരു നോർമൽ ചൂട് എന്ന് കരുതിയാൽ മതി. ഇവിടെ 33 ഉള്ളെങ്കിൽ നല്ല പൊള്ളലാണ്.
പോകാമല്ലോ അല്ലേ? കുഴി ഞങ്ങളങ്ങനെ ബൈപ്പാസിൽ നിന്ന് ഭരൂച്ച് എന്ന് പറയുന്ന ഗുജറാത്തിലുള്ള സ്ഥലത്ത് വന്നിട്ട് ഹയത്തിൽ പോയി ചാർജ് ചെയ്തു. നമുക്ക് അവിടെ ചാർജ് ചെയ്യാൻ വേണ്ടി സ്റ്റാറ്റിക്കിൻ്റെ ചാർജറാണ്, ഡ്യുവൽ ഗണ്ണുണ്ട്. അവിടെ ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് അവിടുത്തെ കസ്റ്റമർ ലോഞ്ചിൽ തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ അടുത്ത സ്ഥലം, ഇനിയിപ്പോഴത്തെ ചാർജിങ് ഗുജറാത്തിലെ ചാർജിങ് കഴിഞ്ഞ് ഇനി അടുത്തത് മഹാരാഷ്ട്രയിലെ ചാർജിങ് ആണ്. ദമനിനടുത്തുള്ള ഒരു സ്ഥലത്താണ് ചാർജ് ചെയ്യുന്നത്. ഒരു ചാർജ് സോണാണ് കണ്ടുപിടിച്ചേക്കുന്നത്. അതിന് മുമ്പ് ഏതെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവിടെ ചാർജ് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ്.